ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ ആകാശത്ത് നിന്ന് കല്ലിന്റെ മഴ പെയ്യിപ്പിച്ചിട്ടാണ് അല്ലാഹു തകർത്ത് കളഞ്ഞത്. അല്ലാഹു പറയുകയാണ് ഫഅസ്ഖിത് അലൈനാ കിസഫൻ മിനസ്സമാ. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹം ആകാശത്ത് നിന്ന് കല്ലുകളാണ് താഴോട്ട് വീണത്. അത് തലയിൽ വളർന്ന് പൊട്ടിപ്പളർന്നവര് മരിച്ചുപോയി. ശുഐബ് നബിയുടെ സമൂഹം ചെയ്ത തെറ്റെന്താന്നറിയോ? ശുഐബ് നബിയുടെ സമൂഹം ചെയ്ത പാപം എന്താന്നറിയോ? ശുഐബ് നബിയുടെ സമൂഹം ചെയ്ത പാപം അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുകയാണ്. ശുഐബ് നബി അവരോട് പറഞ്ഞു, അവര് കച്ചവടക്കാരായിരുന്നു. വഔഫുൽ കൈല വലാ തബ്ഖസുന്നാസ അശിയാഹും. നിങ്ങൾ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്, കച്ചവടത്തിൽ വഞ്ചന കാണിക്കരുത്, അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോ കച്ചവടത്തിൽ വഞ്ചന കാണിച്ചതിന്റെ പേരിൽ, അളവും തൂക്കത്തിലും കൃത്രിമം കാണിച്ചതിന്റെ പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽമഴ കൊണ്ട് അവരെ നശിപ്പിച്ച് കളഞ്ഞെങ്കിൽ എന്റെ സഹോദരങ്ങളെ, നമ്മുടെ എവിടെയൊക്കെയാണ് കല്ലിന്റെ മഴ പെയ്യേണ്ടത്? എവിടെയൊക്കെയാണ് വഞ്ചന നടക്കുന്നത്? ഇന്ന് ലോകത്ത് മുഴുവനും നടക്കുന്നത് വഞ്ചനയാണ്, വഞ്ചനയാണ്, വഞ്ചനയാണ്. അല്ലാഹു ഒരു സമൂഹത്തെ തകർത്തത് അതിനു വേണ്ടിയാ. രണ്ടാമത് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ അല്ലാഹു തകർത്തതെന്താ? ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞങ്ങൾ പറഞ്ഞുകൊള്ളട്ടെയോ? ദാവൂദ് നബിയുടെ സമൂഹത്തോട് അല്ലാഹു പറഞ്ഞു, ലാ തഅദൂ ഫിസ്സബ്തി. അവര് മീൻപിടുത്തക്കാരായിരുന്നു. അല്ലാഹു പറഞ്ഞു, ശനിയാഴ്ച ദിവസം നിങ്ങൾ മീൻ പിടിക്കാൻ പോകരുത്. അവരുടെ ജുമുഅ ദിവസം ശനിയാഴ്ച ദിവസമാണ്. അന്ന് നിങ്ങൾ നിസ്കാരത്തിന് വേണ്ടി ഹാജരാകണം. അന്ന് നിങ്ങൾ മീൻ പിടിക്കാൻ പാടില്ല. അന്ന് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ ഇബാദത്ത് ചെയ്യേണ്ട ദിവസമാ. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ജുമുഅ നമസ്കാരത്തോട് പറഞ്ഞത്, ജുമുഅ നമസ്കാരത്തോട് പറഞ്ഞത്, ആ ജുമുഅ നമസ്കാരത്തെ തള്ളിക്കളഞ്ഞതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞതെന്താ? അവര് ജുമയ്ക്ക് പള്ളിക്ക് പോകാത്തതിന്റെ പേരിൽ അവരോട് പറഞ്ഞു, കുല്ലാലഹും കൂനൂ ഖിറദത്തൻ ഖാസിഈൻ. നിങ്ങൾ കുരങ്ങന്മാരായിട്ട് കോലം മറിക്കുക. വെള്ളിയാഴ്ച പള്ളിയിൽ പോകാത്തവന് അല്ലാഹു കുരങ്ങന്മാരായി കോലം മറിച്ചാൽ മുൻകഴിഞ്ഞു പോയ സമൂഹത്തോട് ചെയ്തതുപോലെ ചെയ്തു പോയാൽ, സഹോദരങ്ങളെ, നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താ? അവസ്ഥ എന്താ? വെള്ളിയാഴ്ച പള്ളിയിൽ പോകാത്തവനെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തോട് അല്ലാഹു പറഞ്ഞു, ലാ തഅദൂ ബിസ്സബ്തി. നിങ്ങൾ ശനിയാഴ്ച മീൻ പിടിക്കരുത്, അന്ന് പള്ളിയിൽ പോകണം, അന്ന് പള്ളിയിൽ പോകണം. അവര് പോയില്ല. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ കുരങ്ങായിക്കോ. നമ്മുടെ സമൂഹത്തിന് അങ്ങനെ ഒരു അദാബ് ബാധകമായിരുന്നെങ്കിൽ വെള്ളിയാഴ്ച എത്ര കുരങ്ങന്മാരെ കണ്ടന പള്ളിക്ക് വെളിയിൽ? ഏതാനും ഇതിന് നിയമം ബാധകമായിരുന്നെങ്കിലോ? എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇതൊക്കെ പഠിക്കണ്ടേ? ഇത് ഖുർആനല്ലേ? ഈ ഖുർആൻ വായിക്കണ്ടേ? ഖുർആൻ പഠിക്കണ്ടേ? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ ഈ പറയുന്ന മുഴുവനും ഖുർആനാണ്. സമൂദ് ഗോത്രത്തെ അള്ളാഹു നശിപ്പിക്കാൻ അവര് ചെയ്ത പാപം എന്താ? അവര് വ്യഭിചരിച്ചുകൊണ്ടാണോ? ആണോ? അവര് കള്ളു കുടിച്ചുകൊണ്ടാണോ? അവര് പലിശ മേടിച്ചുകൊണ്ടാണോ? സമൂദ് ഗോത്രം ചെയ്ത പാപം എന്താ? ആ പാപം ഇന്ന് 1000 വട്ടം ഇരട്ടിയായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അല്ലാഹ് നമ്മളെ നശിപ്പിക്കാത്തത് എന്താ? അതിന് 2 കാരണമുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. ഖുർആൻ എന്ത് പറയുന്നു? അല്ലാഹ് നമ്മളോട് ഈ കരുണ കാണിക്കുന്ന എന്തിന്റെ പേരിലാ? അതെന്തുകൊണ്ടാണെന്ന് ഇൻഷാ അല്ലാഹ് ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ പറയാം. ജപ്പാനിൽ കുലുങ്ങിയ ഭൂമി എവിടെയും കുലുങ്ങാൻ പാടില്ലേ? ഞാൻ പറയട്ടെ, പറഞ്ഞാൽ നിങ്ങൾ എന്നെ കോപിക്കുവോ? സമൂദ് ഗോത്രത്തെ നശിപ്പിക്കാനുള്ള കാരണം ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് തിരുവനന്തപുരംകാരും എറണാകുളംകാരുമാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഖുർആനാണ്. ആ ഖുർആൻ പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും കോപം ഉണ്ടാവാൻ പാടില്ല. ഇത് സത്യമാണ്, ഹക്കാണ്. പറഞ്ഞില്ലെങ്കിൽ അള്ളാഹ് എന്നോട് ചോദിക്കും. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, വായിക്കേണ്ടത് ഏതാണ്? ഖുർആനാണ് വായിക്കേണ്ടത്. ആ വായനയിലൂടെ ഇത് പഠിക്കണം. ഇത് ലോകത്തോട് പറഞ്ഞു കൊടുക്കണം. അള്ളാഹു സമൂദ് ഗോത്രത്തെ നശിപ്പിച്ച എന്തിനാണെന്നറിയാവോ? واذكروا إذ جعلكم خلفاء من بعد عاد وبوأكم في الأرض تتخذون من سهولها قصورا وتنحتون من الجبال بيوتا فاذكروا آلاء الله ولا تعثوا في الأرض مفسدين. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വദ്കുറൂ ഇദ് ജഅലകും ഖുലഫാഅ മിൻ ബഅദി ആദിൻ. ആദ് ഗോത്രത്തിന് ശേഷം സമൂദ് ഗോത്രമേ നിങ്ങൾക്ക് ഞാൻ ഭൂമി വിരിച്ചു തന്നതല്ലേ? നിങ്ങൾ ചെയ്തതെന്താ? അവർ ഈ ഭൂമിയിൽ മരണമുണ്ടെന്നോർക്കാട്, മരണത്തിന് ശേഷം ഖബറിൽ കിടക്കേണ്ടതാണെന്നോർക്കാട്, അമ്പര ചുംബികളാ
വീടുകൾ അവര് കെട്ടിപ്പൊക്കിയപ്പോ അള്ള പറയുന്ന അവര് ചെയ്ത തെറ്റെന്താ? തത്തഖിദൂന മിൻ സുഹൂലിഹാ ഖുസൂറാ. മരണത്തെ ഭയമില്ലാതെ, മരണത്തിന്റെ ചിന്തയില്ലാതെ അവര് ഫ്ളാറ്റുകൾ കെട്ടിപ്പൊക്കാൻ തുടങ്ങിയപ്പോ അള്ള പറഞ്ഞത് ഖുസൂറ, ഫ്ളാറ്റുകൾ എന്നാണ്. ആ ഫ്ളാറ്റുകൾ കെട്ടിപ്പൊക്കാൻ തുടങ്ങിയപ്പോ അള്ള പറഞ്ഞു, നിങ്ങൾ ഈ ഭൂമിയിൽ ഇനി ജീവിക്കണ്ട. ഒരൊറ്റ ഇടി അങ്ങ് മുടങ്ങിയപ്പോ സർവ്വതും തകർന്ന് തരിപ്പണമായി പോയെന്നല്ലാന്റെ വിശുദ്ധ ഖുർആൻ. മരണത്തെക്കുറിച്ച് ചിന്തയില്ലാതെ ദുനിയാവിൽ ആർഭാടത്തോട് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ തീരുമാനിച്ചപ്പോ അള്ള പറഞ്ഞു, ഇനി നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ട. തത്തഖിദൂന മിൻ സുഹൂലിഹാ ഖുസൂറാ. ഖുസൂർ എന്നല്ലേ പറഞ്ഞത്? ഖുസൂറിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഫ്ളാറ്റ് പണിയാൻ തുടങ്ങിയപ്പോ. ഇപ്പൊ ഏറ്റവും കൂടുതൽ എവിടെയാ? മരണത്തെക്കുറിച്ചുള്ള ചിന്തയില്ല. ഈ ഭൂമിയിൽ ഇങ്ങനെ തന്നെ കാലാകാലം ജീവിക്കാമെന്നുള്ള ചിന്ത. എന്റെ പൊന്നു സഹോദരങ്ങൾ, അത് അപകടമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം എന്താ? ഈ ഭൂമി കുലുങ്ങിയില്ലെങ്കിലല്ലേ ഉള്ളൂ. കുന്നു മുഴുവനും ഇടിച്ചു നിരത്തി, പർവ്വതം മുഴുവനും പിടിതു മാറ്റി. പർവ്വതം എന്ന് പറഞ്ഞാൽ എന്താ സാധനം? വൽ ജിബാല ഔതാദ. അള്ള പറഞ്ഞു, പർവ്വതങ്ങളെ ഞാൻ ആണികളാക്കിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഭിത്തിയിൽ കിടക്കുന്ന ഒരു സാധനം തൂക്കിയിടാൻ നമ്മൾ എന്ത് ചെയ്ത്? ആണി അടിക്കും. ആണി ഊരിയ എന്തുമായിട്ട്? ഇനിയിപ്പോ ബുഹാരി ഒന്നും ഓതണ്ടല്ലോ, തിരുമതി ഒന്നും. ആണി ഊരിയാല് ഈ സാധനം താഴോട്ട് വീഴും, ഇല്ലേ? അള്ള പറഞ്ഞു, ഭൂമിയിൽ പർവ്വതം എന്ന് പറഞ്ഞാൽ സൂറത്തുൽ വൽ ജിബാല ഔതാദ. പർവ്വതത്തെ ഞാൻ വെച്ചിരിക്കുന്നത് ഭൂമിക്ക് ആണിയായിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സാധനം വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന ഒരു സാധനം ആടും. എപ്പോഴും വെള്ളം ആടുമ്പോ സാധനം ആടും മുകളിൽ കിടക്കുന്നു. ഈ ഭൂമി വെള്ളത്തിന്റെ മുകളിലാണ് കിടക്കുന്നത്. സയൻസ് പഠിക്കുന്ന ഏത് കുട്ടികൾക്കും അറിയാം, ഭൂമി വെള്ളത്തിന്റെ മുകളിലാണ് കിടക്കുന്നത്. വെള്ളത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു സാധനം ആടിക്കൊണ്ടേയിരിക്കും. അതൊരു പൊതു നിയമമാണ്. അപ്പൊ ഈ ഭൂമി വെള്ളത്തിന്റെ മുകളിലാണ് കിടക്കുന്നത്. വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന ഭൂമിയെ ഉറപ്പിച്ചു നിർത്താനാണ് ഞാൻ പർവ്വതം കൊണ്ട് ആണിയടിച്ചത്. ഭൂമിയുടെ മുകളിലേക്ക് പർവ്വതം എത്രയുണ്ടോ അത്രയും തന്നെ ഭൂമിയുടെ താഴേക്കുമുണ്ട്. ഹിമാലയ പർവ്വതം 4488 മീറ്ററാണ് ഹിമാലയ പർവ്വതം. അത് എത്രയും മുകളിലുണ്ടോ അത്രയും തന്നെ താഴോട്ടുണ്ടാവും. അതുകൊണ്ട് ഭൂമിയെ ബാലൻസ് ചെയ്യുന്ന പർവ്വതമാണ്. ആ പർവ്വതത്തെ മുഴുവനും നിങ്ങൾ ഇടിച്ചു നിരത്തിയിട്ട് നിങ്ങൾ വലിയ ഫ്ളാറ്റ് പണിതാ, പിന്നെ ഈ ഭൂമി ആടൂലേ? ഈ ഭൂമി കുലുങ്ങൂലേ? അള്ള പറഞ്ഞു, ഫദ്കുറു ആലാ അല്ലാ. അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നിങ്ങൾ വിസ്മരിക്കാൻ പാടില്ല. അപ്പോ സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ പ്രകൃതി ദുരന്തം ഉണ്ടാകാനുള്ള കാരണം വ്യഭിചാരം, മദ്യപാനം, ഈ സമൂഹം ചെയ്ത തെറ്റുകൾ, അശ്ലീലതകൾ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇനി മൂന്നാമതൊരു കാരണമുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നമ്മളെ അള്ളാഹു പരീക്ഷിക്കുന്നില്ല? അത് ഞാൻ പറഞ്ഞുതരാം. ഇതിന് മൂന്നാമതൊരു കാരണമുണ്ട്. ആ കാരണം എന്തെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ വിഷയം നമുക്ക് മനസ്സിലാകുന്നത്. പബ്ലിക് ലൈബ്രറി എന്തിനിങ്ങനെ ഒരു സമൂഹം നന്മ പ്രചരിപ്പിക്കാനുണ്ടാകുന്നു? അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പോഴേ നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യകത മനസ്സിലാവൂ. അള്ളാന്റെ റസൂല് പറഞ്ഞു, മൻ കാല ലാ ഇലാഹ ഇല്ലല്ലാ. ആര് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു, തൻഫഉ മൻ കാലഹ. ആ പറഞ്ഞ കെലിമത്ത് തൗഹീദ് അവന് പ്രയോജനം ചെയ്യുക തന്നെ ചെയ്യും. അള്ളാഹു അവനെ കാത്തുരക്ഷിക്കും. അള്ളാഹുവിനെ ഒരാൾ റബ്ബായിട്ട് അംഗീകരിച്ചോ, അള്ളാഹുവിലേക്ക് അവന് സർവ്വതും പരമേൽപ്പിച്ചോ, എന്നാൽ അള്ളാഹു അവനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. എപ്പോൾ? ഹത്താ തർദഅൻഹുമുൽ അദാബ വന്നിഖുമാ. അവന്റെ മേലുണ്ടാകുന്ന ശിക്ഷകളും അദാബുകളും അള്ളാഹു തടുത്തു വെക്കും. ആരല്ലാഹുവിനനുസരിച്ചോ, അള്ളാഹുവിന് വേണ്ടി ആര് ഇബാദത്ത് ചെയ്തോ, പള്ളികൾ മുഴുവനും ഇബാദത്ത് കൊണ്ട് നിറയുമ്പോ, വീടുകൾ മുഴുവനും ഇബാദത്ത് കൊണ്ട് നിറയുമ്പോ, അള്ളാഹുവിനനുസരിച്ചവർക്ക് വേണ്ടി അള്ളാഹു അദാബുകളെ മാറ്റിവെക്കും. ആ സമൂഹത്തിന്റെ മേൽ അള്ളാഹു അദാബ് ഇറക്കുകയില്ല. ഏതുവരെ മാലം യസ്തഖിഫൂ ബിഹഖിഹാ. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഒന്ന് നന്നായിട്ട് കേൾക്കണം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കെലിമത്ത് തൗഹീദിനോടുള്ള ഹക്ക് അതവരെ നിസ്സാരവൽക്കരിക്കുന്നത് വരെ, നമ്മൾ നിസ്കരിച്ചാ, നമ്മൾ നോമ്പ് പിടിച്ചാ, അള്ളാഹു നമ്മളെ അദാബിൽ നിന്ന് കാത്തുരക്ഷിക്കും. ഏതുവരെ? മാലം യസ്തഖിഫൂ ബിഹഖിഹാ.
ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഹക്കിനെ അവർ നിസ്സാരവൽക്കരിക്കുന്നത് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഹക്കിനെ നിസ്സാരവൽക്കരിച്ചോ പിന്നീട് അവൻ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവുകയില്ല. ഇത് കേട്ട സഹാബത്ത് ചോദിച്ചു, നബിയേ മൽ ഇസ്തിഗ്ഫാഫു യാ റസൂലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹനെ നിസ്സാരവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹനെ കളിയാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്റെ സമൂഹത്തോട് പറയട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, യൽഹറുൽ അമലു ബിമആസില്ലാഹ്, നാട് മുഴുവനും അല്ലാഹ് കിട്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ അരങ്ങേറുന്നു. മദ്യപാനം അധികരിക്കുന്നു, വ്യഭിചാരം അധികരിക്കുന്നു, തോന്നിവാസങ്ങൾ അധികരിക്കുന്നു, ലോട്ടറി എടുക്കുന്നവരുടെ അളവ് ഈ മഹല്ലിൽ വർദ്ധിച്ചു വരുന്നു. ഇതെല്ലാം കൺമുമ്പിൽ കാണുമ്പോ നാട്ടിൽ മുഴുവനും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊടികുത്തിപാടുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലം യുൻകർ, അതിനെ നിരോധിക്കാനും ആളില്ല, വലം യുഗയ്യിർ, അതിനെതിരെ പഠനം നടത്താനും ആളുകളില്ല. നാട് മുഴുവനും അനാശാസ്യങ്ങൾ പെരുകുമ്പോ, നാട് മുഴുവനും അന്ധവിശ്വാസങ്ങൾ പെരുകുമ്പോ, നാട് മുഴുവനും അല്ലാഹ് കിട്ടപ്പെടാത്ത വ്യഭിചാരങ്ങൾ അരങ്ങേറുമ്പോ, സഹോദരിമാര് വെടിതെറ്റിപ്പോകുമ്പോ, ചെറുപ്പക്കാര് വെടിതെറ്റിപ്പോകുമ്പോ, ഇതെല്ലാം കണ്ടിട്ടും നിസ്സംഗതയോടെ നോക്കി നിന്ന